ഹലോ, കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ വർക്ക് ചെയ്ത് 3 വർഷക്കാലം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് കുറേ ഓർമ്മകളുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം വേറൊന്നുമല്ല, എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി ദേഹത്തൊക്കെ. അപ്പം അതൊന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്നെത്താനായേ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പാലം പണി നടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. അങ്ങനെ ആ ഷെഡൊക്കെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ് കേട്ടോ. ഈ റോഡിലൊക്കെ ഫുള്ള് വെള്ളമാകുന്നതാണ് മഴക്കാലമാകുന്ന സമയത്ത്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഏകദേശം കുന്നമംഗലമൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിത് കുന്നമംഗലമെത്തി. അപ്പം അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുക്കാനൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്ന സമയമായതുകൊണ്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. ഈ മരം കണ്ടോ, സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഇവിടുത്തെ എന്താ പറയുക, ഞാവൽപ്പഴം ഉണ്ടല്ലോ, അതുണ്ടാകുന്നതാണ്. കാരണം ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്തൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെ നമുക്കത് പറിക്കാൻ കിട്ടൂലല്ലോ. അങ്ങനെ ബസ്സിൽ നിന്ന് കുറേ നോക്കി നുണച്ച സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് ഉണ്ടാവലത്. എന്തായാലും അതൊക്കെ ആരോ പറിച്ചിട്ടുണ്ടാവും. ഞാനത് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല സ്കിന്നിൻ്റെ ഡോക്ടറാണ് കേട്ടോ, നല്ല ഡോക്ടറാണ്. ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങളിതാ മരുന്ന് വാങ്ങാൻ വേണ്ടി നിന്ന് മരുന്നൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വർക്ക് ചെയ്ത കുറേ ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ എനിക്ക് കുറേ ഓർമ്മകൾ തന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്ന സമയത്താണ് ഞാൻ നിർത്തിയത്. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് കാലം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഹോസ്പിറ്റലൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കോഴിക്കോട് വെള്ളിമടുകുന്നാണ് ഹോസ്പിറ്റൽ. ഒരുപാട് എന്താ പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്ത സൗഹൃദങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണിത്. കുറേ ചേച്ചിമാരും എന്താ വെച്ചാൽ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്വന്തം ചേച്ചിമാരെ പോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു ഹോസ്പിറ്റലാണ്. സ്റ്റാഫാണെങ്കിലൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കാണിച്ചിട്ട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അമ്മേനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ആരും എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം മഴയില്ലാത്ത സമയമായതുകൊണ്ട് മോക്കും പനി എന്നപ്പോൾ അങ്ങനെ പോയി ഇറങ്ങിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്